എക്കോ ടൂറിസം ജീവനക്കാരൻ പോളിന്റെ കുടുംബം പ്രതിഷേധത്തിലായിരുന്നു. അതിൽ ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് സ്ഥിര ജോലി, 10 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. 10 ലക്ഷം ഉടൻ നൽകും. 50 ലക്ഷത്തിന് ശുപാർശ ചെയ്യും. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും സഹായമുണ്ടാകുമെന്നാണ് ഇപ്പോൾ തീരുമാനം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും പുൽപ്പള്ളിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് ഈ ഉറപ്പുകൾ? അത് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടോ? കുടുംബത്തിന് സ്വീകാര്യമാണോ? നേരത്തെ നമുക്കറിയാം 1-2 സമാന കേസുകളിലും ഇത്തരം ഉറപ്പുകൾ ലഭിച്ചെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് പരാതി നേരത്തെ അജീഷിൻ്റെ ആ കേസിൽ നാട്ടുകാർ തന്നെ ഉന്നയിച്ചതാണ്. അതേ ഉറപ്പുകൾ തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. ഇത് സ്വീകാര്യമാണോ കുടുംബത്തിന്? ഈ പ്രതിഷേധക്കാർ അത് സ്വീകരിച്ചു മടങ്ങിപ്പോകുമോ? വിജയകുമാർ, പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം അംഗീകരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നതായിരുന്നു. അതിൽ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകാനാണ് ഇപ്പോൾ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ബാക്കി പണം ഉടൻ തന്നെ കൈമാറാമെന്നും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം ഭാര്യയ്ക്ക് സ്ഥിരമായി ജോലി നൽകണമെന്നൊരു ആവശ്യമായിരുന്നു മറ്റൊന്ന്. അതിലും തീരുമാനമായിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഭാര്യയ്ക്ക് ജോലി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാമെന്ന കാര്യമാണ് ഇപ്പോഴത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം മകളുടെ ഉന്നത വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണം, അതായിരുന്നു മറ്റൊരു ആവശ്യം. അതും പരിഗണിക്കാം, അതിലും തീരുമാനമാക്കാമെന്നാണ് ഇപ്പോഴത്തെ ഉന്നതതല യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിഷേധം പിൻവലിക്കുമോ എന്ന കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രതിഷേധക്കാർ പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പ്രതിഷേധം പിൻവലിക്കാമെന്നായിരുന്നു മുമ്പ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ, ഈ ഉറപ്പുകൾ അംഗീകരിച്ച സാഹചര്യത്തിൽ ഈ പ്രതിഷേധത്തിൽ നിന്നും പുൽപ്പള്ളിക്കാർ പിന്മാറുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ നമ്മളുള്ളത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ്. പോളിന്റെ മൃതദേഹവുമായി ഇപ്പോഴും പ്രതിഷേധം ഇവിടെ തുടരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ആ ചർച്ചയിലെ തീരുമാനം ഇവരെ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും വിവിധ സാമുദായിക നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ ആവശ്യങ്ങൾ പരിഗണിക്കാം, ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി അറിയിച്ചിട്ടുള്ളത്. അത് ഇവിടെയുള്ള ആളുകളെ, ഇവിടുത്തെ പ്രതിഷേധക്കാരെ ഉടൻ തന്നെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ പ്രതിഷേധത്തിൽ നിന്നും ആളുകൾ പിന്മാറുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പോളിന്റെ മൃതദേഹം ആംബുലൻസിലാണുള്ളത്. ഇവിടെ നിന്നും തൊട്ടടുത്താണ് പോളിന്റെ വീടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്നും പോളിന്റെ മൃതദേഹവുമായി നേരെ വീട്ടിലേക്കായിരിക്കും പോവുക. അതോടൊപ്പം ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ 9:45 കോഴിക്കോട് നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിലേക്ക് എത്തിച്ചത്. പോളിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു പ്രതിഷേധ പരിപാടികൾ. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സമാധാനപരമായി പ്രതിഷേധം തുടരുകയായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഉണ്ടാകാതെ വന്നതോടെയാണ് അവർ പ്രതിഷേധം ശക്തമാക്കിയത്. പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറിയത് ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം തീവ്രമാകുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിന് നേരെ, വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ, വനം വകുപ്പിന്റെ വാഹനത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. വനം വകുപ്പിന്റെ വാഹനം ഭാഗികമായി തകർത്തു. വനം വകുപ്പ് ജീവനക്കാർ മോശമായി പെരുമാറി എന്നായിരുന്നു ഇവിടുത്തെ ആളുകൾ പ്രധാനമായും പറഞ്ഞത്. അതോടൊപ്പം വനം വകുപ്പ് ജീവനക്കാർ മദ്യപിച്ചതായും ഇവർ പറഞ്ഞു. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു ഇന്ന് രാവിലെ കടുവ ആക്രമിച്ച പശുക്കുട്ടീനെ ഇവിടേക്ക് എത്തിക്കുകയും ആ പശുക്കുട്ടിയെ വനം വകുപ്പിന്റെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച ശേഷം ആളുകൾ പ്രതിഷേധത്തിന്റെ ചുവട് മാറ്റിയത്. വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു കൊണ്ടും ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഇന്നത്തെ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടു. അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധം മറ്റ് രൂപത്തിലും ഭാവത്തിലും നമ്മൾ കണ്ടു. ആളുകൾ വലിയ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി പുൽപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് ജാതിയില്ല, അവർക്ക് മതമില്ല. അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് സ്വസ്ഥമായി പുൽപ്പള്ളിയിലും വയനാട്ടിലും ജീവിക്കാനുള്ള അവസരം സർക്കാരും കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ ആരുമാവട്ടെ ഭരണാധികാരികൾ ഒരുക്കുക, അത് മാത്രമാണ് ഇവർക്ക് പറയുവാനുള്ളത്. അതിനുവേണ്ടി ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾ ഒറ്റക്കെട്ടായി അണിനിരുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആളുകൾ മുദ്രാവാക്യം മുഴക്കുന്നതാണ്. ഈ മുദ്രാവാക്യം മുഴക്കിയ ശേഷം ഇവിടെ നിന്നും മൃതദേഹം പോളിന്റെ വീട്ടിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ്
ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള രോക്ഷമുണ്ടായി. ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവസാന ഘട്ടത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് അവർക്ക് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ആവശ്യമുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കേട്ടറിയാനും കണ്ടറിയാനും അതിൽ ഒരു പരിഹാരത്തിനും ഓരോ ദിവസവും അവരുമായി ഇടപെടണമെന്ന ആവശ്യമായിരുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം ഉന്നതതല മന്ത്രിമാരടങ്ങുന്ന സംഘം ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ജില്ലയിൽ എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനെതിരെയും ജനങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ന് ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോഴും മന്ത്രിമാരടക്കമുള്ള ആളുകൾ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന കാര്യമാണ് പുൽപ്പള്ളിയിലെ ആളുകൾ പറയുന്നത്.